നവംബർ 7-ാം തീയതി തന്നെ ഞങ്ങളത് പരാതി നൽകിയിരുന്നു. എന്നെ മാത്രമല്ല, രാഷ്ട്രീയകാര്യ സമിതി അംഗമായിട്ടുള്ള അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയുടെ റൂമിലും ഇതുപോലെ വനിതാ പോലീസ് ഇല്ലാതെ, സെർച്ച് വാറണ്ട് ഇല്ലാതെ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രതിനിധികളില്ലാതെ, ഐഡൻറ്റിറ്റി കാർഡില്ലാതെ കടന്നു കയറിയത് വലിയ വാർത്തയായതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ, ഒരു പൊതുപ്രവർത്തക എന്നുള്ള നിലയിൽ എൻ്റെ സ്വകാര്യമായിട്ടുള്ള എൻ്റെ ജീവിതത്തിലേക്കുള്ള ഒരു കടന്നുകയറ്റമായി നമ്മൾ അന്ന് തന്നെ അതിനെ പറ്റി പറഞ്ഞിട്ടുള്ളതാണ്. ഇത് സംബന്ധിച്ച് നവംബർ മാസം 7-ാം തീയതി തന്നെ സംസ്ഥാന DGPക്ക് ഞങ്ങൾ പരാതി നൽകിയിരുന്നതാണ്. ഇപ്പോൾ 1 മാസക്കാലമാകുന്നു. സാധാരണഗതിയിൽ ഇത്തരമൊരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിൽ FIR ഇടേണ്ടതാണ്. ഇത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ മിഴി തുറന്ന് ഇരുന്ന് കണ്ട ഒരു പാതിരാ നാടകമാണ്. കേരളത്തിലെ മുഴുവൻ ചാനലുകളുടെയും ക്യാമറ കണ്ണുകളിൽ പകർത്തിയെടുത്ത ഒരു വിഷയമാണ്. അപ്പോൾ ഇവിടെ പൊതുപ്രവർത്തക എന്നുള്ള നിലയിൽ എനിക്കുണ്ടായിട്ടുള്ള വലിയ അപമാനം, ഞാൻ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന മുറിയിലേക്ക് കടന്നു വരാൻ യാതൊരു നിയമപരമായിട്ടുള്ള യാതൊരു അധികാരവുമില്ലാത്ത പോലീസ് കാണിച്ചിട്ടുള്ള ആ നാടകം കൃത്യമായി CPMൻ്റെയും BJPയുടെയും നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ്. മന്ത്രി രാജേഷ് തൊട്ട് പിറ്റേ ദിവസം തന്നെ അതിന് മറുപടി പറഞ്ഞതും ആ പാതിരാ നാടകത്തെ ന്യായീകരിച്ചതും നമ്മൾ കണ്ടതാണ്. ഞങ്ങളുടെ മുറിയിൽ വളരെ വിശദമായ ഒരു മനുഷ്യാവകാശ ലംഘനം തന്നെ നടത്തിയിട്ടുള്ള അവിടുത്തെ പരിശോധനയ്ക്ക് ശേഷം ഒന്നും ലഭിച്ചില്ല എന്നുള്ള റിപ്പോർട്ടാണ് അവർ നൽകിയിരുന്നത്. പക്ഷേ അത് പോലീസിൻ്റെ ഭാഗം ഞങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ പൊതുജനങ്ങളുടെ മുന്നിൽ, പൊതുജന മനസാക്ഷിയുടെ മുന്നിൽ കുറച്ചു നേരമെങ്കിലും കള്ളപ്പണം സൂക്ഷിച്ചവരായിട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ആ നിലപാടിനെ ഒരു കാരണവശാലും ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ, പൊതുപ്രവർത്തക എന്നുള്ള നിലയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഒറ്റയ്ക്ക് താമസിക്കേണ്ടതായിട്ട് വരും. ഇത്തരം കാര്യങ്ങളെ ഒക്കെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അപമാനപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമം ഇവിടെ ഉണ്ടാക്കിയത് വ്യവസ്ഥിതിയാണ്, പോലീസാണ്. പോലീസിന് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശം നൽകിയത് ആരാണെന്ന് ഞങ്ങൾ പലതവണ ചോദിച്ചു. മന്ത്രി രാജേഷിനോട് വാർത്താ സമ്മേളനത്തിൽ നിങ്ങളിൽ പലരും ചോദിച്ചു. പക്ഷേ അതിന് മറുപടി പറയാൻ തയ്യാറായിട്ടില്ല. വളരെ വൈകി, 1 മാസക്കാലം കഴിഞ്ഞ് GD എൻട്രി പോലും ഇല്ലാതെ, GDയിൽ പോലും രേഖപ്പെടുത്താതെ ഈ പോലീസിൻ്റെ നടന്നിട്ടുള്ള ഈ നായാട്ട് അല്ലെങ്കിൽ ഈ അസംബന്ധ നാടകം, അത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിന് വേണ്ടി ഇടതു മുന്നണിയും BJPയും ആലോചിച്ച് നടത്തിയതാണെങ്കിൽ പാലക്കാട് തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള വലിയ വിജയത്തിലൂടെ അതിന് മറുപടി പറയാൻ, രാഷ്ട്രീയമായി മറുപടി പറയാൻ കോൺഗ്രസിനും UDFനും സാധിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ്. പക്ഷേ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എൻ്റെ സ്വത്വബോധത്തെ ചോദ്യം ചെയ്ത ആ നിലപാടിൽ ഞങ്ങൾക്ക് വെള്ളം ചേർത്ത് പോകാൻ കഴിയില്ല. കൃത്യമായിട്ടുള്ള നിയമ നടപടിയുമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും.